മുല്ലപ്പെരിയാർ ഡാം സമീപവാസിയുടെ പ്രതികരണം കേൾക്കുക. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരമാവധി അന്ധത പടർത്തി ആ അന്ധതയുടെ മറവിൽ തീവട്ടിക്കുള്ള നടത്തിയ നിരവധി മാന്യന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. സേവ് കേരളം മൂവ്മെന്റിന്റെ ആദ്യ യജ്ഞം മുല്ലപ്പെരിയാർ വിഷയത്തിൽ അറിവിന്റെ ഫ്ലഡ് ലൈറ്റ് ഇടുക എന്നതാണ്. ആ വെളിച്ചത്തിൽ കാട്ടുകള്ളന്മാരെയും മോഷണശ്രമം നടത്തിയവരെയും ഇനി കക്കാനിറങ്ങുന്നവന്മാരെയും പൊതുജനങ്ങൾക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ഇന്ന് ആദ്യം മുല്ലപ്പെരിയാർ ഡാമിന്റെ സമീപവാസിയായ വർഗീസിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. തുടർന്ന് സേവ് കേരളം മൂവ്മെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചു വിളിച്ച ITV ന്യൂസ് പ്രേക്ഷകരുടെ ഏതാനും പ്രതികരണങ്ങളും കേൾക്കാം. ഇത് കുമളി തേക്കടി അടുത്ത് വർഗീസ് എന്ന് പറയും എന്റെ പേര്. സാറ് തേക്കടി ഡാമിനെ പറ്റിയൊക്കെ വിശദീകരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ കുമളിയിൽ ജനിച്ചു വളർന്ന ഒരാളാ. നിങ്ങള് അത്രയും കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾക്കൊരു ഹൃദയ സന്തോഷം തോന്നി. ഭരണാധീപന്മാരും ജഡ്ജിയും കൂടെ ഈ ലോകം നശിപ്പിച്ചു. നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ പറയുമ്പം ഇനി അടുത്ത വരുന്ന ദുരന്തം ഈ സംസ്ഥാനം തീരുക. ഞങ്ങൾ ഹൃദയവേദനയോടെ പറയുന്നത്. ഞങ്ങൾ കുഞ്ഞിലെ തൊട്ടിലെ നടക്കുന്ന, ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അതിലെ നടന്നു പോയ കുറെ പടം, ഈ തേക്കടിയിൽ നിന്ന് വെള്ളം നമ്മുടെ കുമളിയിൽ നിന്ന് തേക്കടിയിലോട്ട് പോകുന്ന തുരങ്കത്തിന്റെ അവിടെ എല്ലാം അടിയിൽ, ഈ തുരങ്കത്തിന്റെ അവിടെ എല്ലാം കല്ല് വിട്ടുപോയി നിൽക്കുക. അവിടെ ഒക്കെ നാളെ എന്താ സംഭവിക്കുന്നതെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. അപ്പം ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ സംസ്ഥാനം തീർന്നു. ഈ ഭരണാധിപന്മാര് നമ്മുടെ എല്ലാം വിറ്റ് കാശ് മേടിച്ച് കൊള്ളയടിച്ച് കൊണ്ടുപോയി. ഇയാളൊരു ട്രാക്കുളയാ ഈ ഭരണാധിപൻ. അല്ലെ, ഇയാള് നമ്മുടെ രക്തം കുടിക്കുന്ന ഒരു ട്രാക്കുളയാ. ഞങ്ങൾ ഹൃദയവേദനയോടെ പറയുന്നത്. ഇനിയും ഇപ്പൊ ഒന്ന് കണ്ട് നമ്മുടെ അത്ര എണ്ണം പോയി. അവിടെ ഒരു രാഷ്ട്രീയം ഇല്ലല്ലോ, എല്ലാരും കടന്ന് കഷ്ടപ്പെടുക. ആ രാഷ്ട്രീയമില്ലാത്തൊരു കേരളം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ സഹോദര സ്നേഹം, കുഞ്ഞുങ്ങൾക്ക് മുല കൂട്ടാൻ വരെ തള്ളമാര് തയ്യാറായിട്ട് നിൽക്കുന്നു. ഞങ്ങൾക്ക് അത്ര ഹൃദയഭാരമുണ്ട്. ഇത് ഓർത്ത് ഞങ്ങൾ ഇപ്പൊ ഈ കുമളി താമസിക്കുന്നതിലും ഇത് പോയാൽ തന്നെ ഡാം കൂട്ടിയാൽ ഞങ്ങൾക്ക് വിഷയമില്ലെങ്കിൽ ഇവന്മാര്, ഈ തമിഴന്മാര് നമ്മളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. അന്നേരം കേറി നമ്മളെ ഉപദ്രവിക്കും. ഇത് കൊള്ളയടിക്കും. നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ ഈ ദേശം മുഴുവൻ, കട്ടപ്പന, കുമളി, ഇവിടെ മുഴുവൻ, മൂന്നാർ, നമ്മളെ കൊള്ളയടിച്ച് മുഴുവൻ വെട്ടിക്കൊല്ലുമാര്. അതിന് നമ്മളെ കൊന്നു പണം എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഭരണാധിപൻ ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ട് താങ്കളെ പോലുള്ളവര് ഇത് പ്രതികരിച്ച്, അത് തന്നെയല്ല ഈ കേരള ജനം മുഴുവൻ ഉറങ്ങിക്കിടക്കുക. യാതൊരു പ്രതികരണം ഇവർക്കില്ല. ഞങ്ങൾ എത്ര കാലം തൊട്ട്, കുഞ്ഞുകാലം തൊട്ട് ഞാൻ ഈ ഡാമിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പോയിട്ടുണ്ട്. ഞങ്ങൾ അനുഭവിച്ചത് വേദന ഇപ്പം അവരുടെ കയ്യിലെ ഇത് മുഴുവനും. കുമളി ഭാഗം മുഴുവനും ചന്ത വരെ നടത്തുന്നത് ഇപ്പൊ സാധനം തമിഴ്നാട്ടിൽ നിന്ന് ആഴ്ചയൊക്കെ ചന്ത നടത്തുന്ന അവരവിടെ. ഇതാണ് നമ്മുടെ ഭരണാധിപന്മാര് കാണിക്കുന്നത്. ഞാൻ ഇതിലെ ഈ നമ്മുടെ ബോട്ട് ജെട്ടിയിൽ വിടുന്ന ജീപ്പ് തൊട്ട് ബോട്ട് ജെട്ടി വരെ നടന്ന വനത്തിൽ കൂടെ പോകും. അതിന് 40 രൂപ പാസ്സാണ് നേരം. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയി ഞാൻ ഇതിലൊക്കെ ന്യൂട്രൽ എടുക്കും. പണ്ടേ കാലമൊക്കെ നമുക്ക് സിനിമ ഷൂട്ട്, ആരോമലുണ്ണി, പൊന്നാപുരം കൊട്ട ഷൂട്ടിംഗ് എടുക്കുന്ന കാലം ഞങ്ങൾ കുഞ്ഞിലെ കൂടി നടക്കുന്നതാവും. അപ്പൊ ഞങ്ങൾക്ക് അവിടെ കയറണേലും പെർമിഷൻ വേണം. ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ട് ഇങ്ങനെ പോകും. പക്ഷെ എന്റെ കാഴ്ചപ്പാട് എന്നാന്ന് ചോദിച്ചാൽ, ഈ പടം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ പോയത്. ആ ഡാം നമുക്ക് ജീപ്പ് എന്ന് പറയുന്നത്. ആ അരിപ്പ വെള്ളം പോയിട്ടാണ് കുഴൽക്കൂടെ നമ്മുടെ തുരങ്കത്തിൽ കൂടെ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അവിടെയാണ് ഞാൻ അതിലിടുന്ന മെയിൻ ഒന്ന്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി ഞാൻ നടന്നാണോ ഈ 4 കിലോമീറ്റർ നടന്നാ പോയത്. ഇത് താങ്കളെ പോലുള്ളവർ ഇത് പറയണം. ഇനിയെങ്കിലും നമ്മുടെ ഈ ഭരണാധിപന്മാരുടെ കാണുന്ന, കാരണം ഈ ഭരണാധിപനും അപ്പുറത്തെ ഭരണാധിപനും ഇത് ഒത്തുകളിച്ച് ഇത് പൊട്ടിക്കോട്ടെന്ന് ഓർത്താ. കാരണം ഇഷ്ടംപോലെ കയ്യിലോട്ട് കാശ് കിട്ടുമല്ലോ ലോകത്തിൽ നിന്ന്. ഇതും കൊണ്ട് പഴയ 6 ബാങ്കിലോ ലോക മറ്റു ഇവിടുന്ന് കിടക്കാമല്ലോ. താങ്കൾ പറഞ്ഞ പോലെ ഇവൻ വെള്ളം ഇറങ്ങി മരിക്കുവോ? അതുകൊണ്ട് വളരെ ഖേദത്തോട് പറയുക. വയനാടിന്റെ ഈ സംഭവം 500 പറഞ്ഞ് സർക്കാർ നിൽക്കുന്ന സ്ഥലത്ത് 2000 പേരുള്ള കാണാതായിരിക്കുകയാണ്. അതിലാകെ കിട്ടിയ ജഡങ്ങളും ജീവനുള്ളതും കൂടി 500-ന്റെ അടുത്തേ വരുള്ളൂ. ബാക്കി 1500 അതിൽ കൂടുതലോ 2000-ഓളം വരുന്ന ആളുകളെ കുറിച്ച് യാതൊരു രേഖയില്ല. അത് ഇത്രയും ചെറിയ ഒരെണ്ണമാണ്. മുല്ലപ്പെരിയാറിൻ്റെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ ഈ വയനാട്ടിൽ നടന്നത് അതിൻ്റെ 100-ൽ 1 പോലും വരില്ല, അല്ലെങ്കിൽ 10,000-ൽ 1 പോലും വരില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയം ജനങ്ങളുടെ ഹൃദയങ്ങൾ ഇത്തരത്തിലുള്ള ട്രാജഡികളെക്കുറിച്ചുള്ള ഭയത്തിലാണ്. നമുക്ക് ഈ മറ്റൊരു ഡാം ഉണ്ടാക്കി ഇതിനെ ഡിമോളിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ചിലപ്പോൾ പടച്ചവൻ തീരുമാനിച്ചിരിക്കുന്നത് ITU-IA ആയിരിക്കും. നിങ്ങൾ മുന്നിട്ടിറങ്ങുക, എല്ലാവിധ ഭാവങ്ങളും. മുല്ലപ്പെരിയാറിൻ്റെ ICUവിൽ വളരെ നല്ലൊരു മൂവ്മെൻ്റാണ് എടുത്തിരിക്കുന്നത്. താങ്ക് യു, കൺഗ്രാറ്റ്സ്. പക്ഷേ ഇപ്പം ദൈവങ്ങളെ ഒന്നും വേണ്ട. നമ്മുടെ റിട്ടയർ ചെയ്ത KT തോമസ് ജഡ്ജിയോട് ചോദിച്ചാൽ മതി. പുള്ളിയായതിൻ്റെ രക്ഷകൻ. കാരണം വിദഗ്ധ സമിതി റിപ്പോർട്ട് പുള്ളി എഴുതിയേക്കുന്ന ഇത് ആയുസിലും പൊട്ടത്തില്ലെന്ന്.
ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ച് സുപ്രീം കോടതി അവർക്ക് കൊടുത്തേക്കുന്ന റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പാർലമെൻ്റ് ഒന്നും ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി വേണ്ട ചക്കരയും മണലും എന്തോ പഴയ ശർക്കരയോ തുർക്കി മിശ്രിതമോ ഒക്കെ വെച്ചുണ്ടാക്കിയാൽ മതിയായിരുന്നല്ലോ. എത്രായിരം കോടിയാ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ചിലവാക്കിയത്. ഈ പുള്ളി ഈ ലോകത്തിലൊന്നുമില്ല ജീവിക്കുന്നത്. ഈ പുള്ളി എങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്ത ഇത് ആയുസിലും പൊട്ടത്തില്ലെന്ന് അത് മനസ്സിലാക്കുക വിധി പറഞ്ഞ കുറേ ജഡ്ജിമാർ ഇവരൊന്നും ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. കാരണം ഇത് പണ്ടൊക്കെ അന്നത്തെ കാലത്ത് ചിലപ്പോൾ അത് സാധ്യമായി കാണുമായിരിക്കും. പക്ഷെ അതൊക്കെ മാറി ഇപ്പം എത്രയോ പറയുന്നത് എന്തുവാ ലേറ്റസ്റ്റ് ടെക്നോളജി അതിൻ്റെ എൻജിനീയറിങ് വിസ്മയങ്ങളല്ലയോ നമ്മൾ ലോകത്തിൽ ചൈനയിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാ പൊളിച്ച് നിൽക്കുന്ന വിസ്മയങ്ങളാണ് ഉണ്ടാക്കുന്നത് അവിടെ. ആ നാട്ടിൽ ഇതിപ്പോൾ നിൽക്കുമെന്നൊക്കെ വിധി എഴുതി കൊടുത്ത ആ പുള്ളി തന്നെ ആയിരിക്കണം നമ്മൾ ദൈവം. ആ പുള്ളിയെ വിളിച്ചാൽ മതി. ദൈവത്തിന് പകരം ജസ്റ്റിസ് KT തോമസിനെ ദൈവമാക്കിയാൽ മതി. പുള്ളി ഇത് രക്ഷിച്ചോളും. ഞാനിപ്പോൾ ഓർക്കുന്നത് തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് സുപ്രീം കോടതി ബാൻ ചെയ്തു അല്ലേ, നിർത്തി. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ പ്രതിരോധത്തിന് മുമ്പിൽ സുപ്രീം കോടതി പിന്നെ ജഡ്ജിമാർ കൂടി വിധി മാറ്റി എഴുതി നടത്താമെന്നാക്കി ഇല്ലേ. അപ്പോൾ ഇവരൊക്കെ ഈ മസിൽ പവറിൻ്റെ മുമ്പിലാണോ ഈ വിധികളൊക്കെ മാറുന്നത്? ഈ ജഡ്ജിമാർ ഈ കേരളത്തോട് കാണിച്ച ഈ വിധികൾ ഈ തമിഴ്നാടിന് വേണ്ടി തമിഴ്നാടിന് വെള്ളം കൊടുക്കുവോ, അവർ വെള്ളം കുടിക്കുവോ, അതൊക്കെ ആവശ്യം, അതിനൊന്നും തെറ്റൊന്നുമില്ല, വെള്ളം കൊടുക്കണം, അതിനെന്തു. പക്ഷേ ഇവിടുത്തെ ഒരു സുരക്ഷിതത്വം ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ ഇതിന് മുന്നേ നിൽക്കുന്ന ഈ കഴിവേറിക്കെല്ലാം തമിഴ്നാട്ടിലെ ഇതിൻ്റെ കീഴിൽ ഏക്കർ കണക്കിന് എസ്റ്റേറ്റുകളും ഒക്കെ ഉണ്ടെന്ന് പണ്ട് ജയലളിത പറഞ്ഞ ഞാൻ ഇതെല്ലാം ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യുമെന്ന് ഇവിടെ പണ്ട് മുല്ലപ്പെരിയാർ വന്നപ്പോൾ. പക്ഷേ എന്തേലും ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇതിനൊരു ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഈ കേരളത്തെ മുടിക്കാൻ ഇവർ കൂട്ടു നിൽക്കുമോ? നമുക്ക് ന്യായമായി സംശയിക്കാമല്ലോ. നമ്മുടെ റിട്ടയർഡ് ജസ്റ്റിസ് KT തോമസ് സാറിനെ എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വിധികളുമൊക്കെ. പക്ഷേ ഈ വിധികളൊക്കെ സത്യമാണെന്നുവാ അദ്ദേഹത്തിൻ്റെ ഈ വിധി അന്ന് മുതൽ എന്നെ ചൊറിഞ്ഞ് കയറിയതാണ്. ഈ പുള്ളിയുടെ ഈ ആയുസ്സിൽ ഇത് പൊട്ടത്തില്ല എന്ന് വിധി എഴുതി കൊടുത്ത ഈ മഹാനെ വേണം നമുക്ക് കേരളത്തിൻ്റെ ദൈവമാക്കി ആ മുല്ലപ്പെരിയാറിൽ കൊണ്ട് ചെറിയൊരു അമ്പലവും പണിഞ്ഞ് പുള്ളി അവിടെ ഇരുത്തണം. രാവിലെയും വൈകിട്ട് നമുക്ക് പുള്ളിക്ക് ആരാധന ചെയ്യുവോ പള്ളിയിലെയോ അങ്ങനെ ദൈവമായി സ്വീകരിക്കണം. ഇത് ജനങ്ങൾ ഉണരാൻ പറ്റത്തില്ലെന്ന്. പിന്നെ കേരളത്തിൽ പിന്നെ ഇതൊന്നും പ്രശ്നമല്ലെന്ന്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊന്നും ബാധകമേ അല്ല. തിന്നണം, കുറേ കാശുണ്ടാക്കണം, ഇങ്ങനെ സുലോലിതമായി കഴിയണമെന്നല്ലാതെ ഇവൻ്റെയൊക്കെ വായിക്കൂടെ തന്നെ വെള്ളം കയറട്ടെന്നാണ് ഞാൻ പറയുന്നത്. കേരളത്തിലൊന്നും ആവശ്യമില്ലല്ലോ. കേരളത്തിലെല്ലാം ഇങ്ങനെ വല്ലവൻ്റെയും വാങ്ങിച്ച് തിന്ന് കൃഷി ചെയ്യാൻ വയ്യ, പണി ചെയ്യാൻ വയ്യ, പിന്നെ ഒരു സാധനവുമില്ല. വല്ലവൻ്റെയും വിഷം വാങ്ങിച്ച് തിന്ന് കുറച്ച് കാശ് ഗൾഫിൽ നിന്നും അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അത് വാങ്ങിച്ച് തിന്നേച്ച് ഇങ്ങനെ സുവിശേഷവും പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന് കൊള്ളാം, അതിന് പറ്റിയ മണ്ണ കുറേ വിടുവായന്മാരെന്തേലും പറയും, അതിൻ്റെ പുറകെ നടന്ന് സുവിശേഷം കൊണ്ട് നടക്കുക. ബൈബിളിൽ പഴയ നിയമത്തിൽ സോദോം ഗോമോറായില്ലേ, ഏറെക്കുറെ സെയിമാണ് നമ്മുടെ നാട്, നമ്മുടെ കേരളം. എല്ലാം ആയതിൻ്റെ നശിച്ച് തീരട്ടുന്ന എങ്കിലേ ശരിയാവും. ഇവരൊന്നും എന്തോ കണ്ടാലും പഠിക്കത്തില്ല കേരളത്തിലെ ജനങ്ങൾ. ഇങ്ങനെ വല്ലവൻ്റെയും വാങ്ങിച്ച് തിന്നാനല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്കൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ മൂവ്മെൻറ്റ് ഇതിനെ നമുക്ക് കഴിവുള്ളിടത്തോളം പബ്ലിസിറ്റി കൊടുക്കുക, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. പിന്നെ വായി മണ്ണിടുമ്പം എല്ലാം നമുക്ക് പറയാമല്ലോ, അറ്റ്ലീസ്റ്റ് നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നതിലും. സാർ ഒരുപാട് നന്ദി. ഇങ്ങനൊരു കൂട്ടായ്മ തന്നെയാണ് വേണ്ടത്. എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാവർക്കും കൂടി ഇവിടെ ആവശ്യമുള്ള ജനങ്ങൾ മാത്രം ഇറങ്ങിയാൽ ഇതെല്ലാം നടക്കുള്ളൂ. സാറിന് ഒരുപാട് നന്ദി. ഇപ്പം ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിറങ്ങി ഇത് നടപ്പിലാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ചൂടിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. മഴ മാറിക്കഴിയുമ്പോൾ പിന്നെ ഇതാരും മിണ്ടൂല. എന്റെ പേര് ആന്റണി, കോട്ടയം ജില്ലയിൽ കടപ്ലാമറ്റം. സാറിന്റെ ആ സംരംഭം വളരെ നല്ലതാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ലോകത്ത് അന്ത്യകാലത്ത് ഭക്തികെട്ട് മോഹങ്ങളെ അനുസരിച്ച് പരിഹാസികളുണ്ടാകും. അവർ പ്രാകൃത ആത്മാവില്ലാത്തവർ. ഈ ആത്മാവില്ലാത്ത ലോകത്തിലാണ് ഈ പ്രവൃത്തികൾ മുഴുവൻ നടക്കുന്നത്. വൈദികരുടെയും മറ്റ് പ്രസ്ഥാനങ്ങളിലുള്ളതല്ല. സാറിനുമായിട്ട് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുക.
വലിയൊരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുക. പക്ഷേ സാറിന്റെ ഈ സംരംഭത്തിലൊന്നും ഇവരൊന്നും മനം തിരികയില്ല. കാരണം ദുഷ്ടന്മാർ മനം തിരികയില്ലെന്നും വചനം പറയുന്നുണ്ട്. ഞാൻ എന്റെ സാറേ അത് ഈ കാര്യത്തിന് വളരെ വളരെ തീക്ഷ്ണതയോടുകൂടി നിൽക്കുന്ന വ്യക്തിയായി. മുല്ലപ്പെരിയാറിന്റെ മറ്റേ സേവ് കേരള മൂവ്മെന്റ് അതന്നെ. അപ്പൊ അതില് താല്പര്യമുണ്ട്, അതുകൊണ്ട് വിളിച്ചായിരുന്നു. ഞാൻ ആലപ്പുഴ ജില്ലയില് ചേർത്തലൻ. പേര് കിരൺ. എല്ലാരും ബാധിക്കും, നമ്മളും ബാധിക്കും. അപ്പൊ അത് എങ്ങനെയെങ്കിലും തടയണോന്ന് ഓർത്തിട്ട് എങ്ങനെയെങ്കിലും ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളൊരു ഇത് തോന്നിയിട്ടാണ്. എന്റെ പേര് മുഹമ്മദ് അലി. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വിളിക്കണേ. ഞാൻ നിങ്ങളെ അത് കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഇത് നമ്മളെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഉള്ളത് ഷെയർ ചെയ്യാറുണ്ട്. എടുക്കണ ഒരു നല്ല എഫോർട്ടാണ്. ഇത് അത്യാവശ്യം ആണ്. ഇപ്പൊ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ വയനാട്ട് നടന്നൊന്നുമല്ല, അതിലും വലിയ അപകടമല്ല അവിടെ വരാൻ പോണത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹകരണം നിങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ഒരുക്കാണ്. എന്നാൽ നമ്മളിത് കുറെ മുമ്പേ ആഗ്രഹിക്കണാണ്. അപ്പൊ നിങ്ങളെ ഇങ്ങനെ ഒരു അള്ളാഹുത്താലങ്ങൾക്ക് എല്ലാത്തരം ആരോഗ്യ ആഫിയത്തും അതിനുള്ളൊരു കൂട്ടായി പ്രത്യേകിച്ച്. പക്ഷെ എന്താ വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിന് മുന്നിൽ നിർത്താൻ പാടില്ല. അവർക്കൊക്കെ അവരുടെ താല്പര്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു നിഷ്പക്ഷമായിട്ട് മനുഷ്യന്റെ രക്ഷാന്ന് പ്രവർത്തിക്കാൻ, പ്രവർത്തിക്കാൻ ഒരുക്കേണ്ട ആൾക്കാരായിരിക്കണം നിങ്ങൾ ഇതിന് മുന്നിൽ നിർത്തണത്. നമുക്ക് കൂട്ടായി അതിനു വേണ്ട എല്ലാത്തരം പ്രവർത്തനവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. ഇത് ആലോചിച്ചിരിക്കാൻ സമയമല്ല. മുല്ലപ്പെരിയാർ ഡാമിന്റെ കാലാവധി കഴിഞ്ഞെങ്കിൽ അത് പൊട്ടും, അതിനൊരു സംശയവുമില്ല. അതിനു മുന്നമേ നമ്മൾ ബുദ്ധിപരമായി ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതായത് എല്ലാം നമുക്ക് കിളികളുണ്ട്, കിളിക്ക് ചുണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തള്ള അതിനെ അതിൻ്റെ പ്രായമാകുമ്പോൾ മുട്ടേന്ന് വിരിഞ്ഞ് അതിന് ചിറകുമൊക്കെ വരുമ്പോൾ അതിനെ പറക്കുവാനായിട്ട് ശീലിപ്പിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒട്ട് നമ്മൾക്ക് വേണ്ടി കരുതുന്നവനാണ്. പക്ഷെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാതെ നമ്മൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോഷൻ്റെ പ്രാർത്ഥന, മൂടൻ്റെ പ്രാർത്ഥനയാണ് കേട്ടോ. പിന്നെ ഈ ദൈവങ്ങളും മതങ്ങളെന്ന് പറയുന്ന ഒന്നും ഇല്ല. യേശു എന്ന് പറയുന്ന മാർഗമാണ്, വഴിയും സത്യവും ജീവനും മാർഗവും. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് അതിൻ്റെ കേടുപാടുണ്ടെങ്കിൽ അത് തീർക്കുക, അതാണ് ചെയ്യേണ്ടത്. അതെന്താകുന്നു വെച്ചാൽ അതിൻ്റെ തീരുമാനമെടുക്കുക. അല്ലാതെ ഈ ദൈവം കാത്തുകൊള്ളുമെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. പൂജകളും ആവിചാരവും എന്തെല്ലാം ചെയ്താന്ന് പറഞ്ഞാലും കൊടുക്കേണ്ടത് കൊടുത്താലും സാധ്യമല്ല. അത് പൊട്ടും, നോ ഡൗട്ട്. ഇനി അത് തകരും. അതിന് മുന്നേ വേണ്ടിയ സ്റ്റെപ്പ് എന്തുവാന്ന് വെച്ചാൽ എടുക്കണം. അതിന് അപകടമുണ്ടെങ്കിൽ എടാ മോനെ, കടിക്കുന്ന പട്ടിയെ അയച്ചു വിട്ടിട്ട് നീ ഓടിക്കേറി ആ പട്ടിയുടെ ആ വീട്ടിൽ ചെല്ലുമോ? നീ വീട്ടുകാരടുത്ത് പറയും, അതിനെ പൂട്ടാൻ പറയും. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണം, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയാണ് വന്നതെന്ന് പറയും. എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് ഡാം പൊട്ടാറായെങ്കിൽ അതിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യണം. ഇത് യഹോവ സൃഷ്ടിച്ച ഡാം അല്ല. വെള്ളപ്പൊക്കം 2018 ഓർക്കുന്നു. അതുകൊണ്ട് പൊന്നുമോന് ഇതിന് വേണ്ടിയ എന്താ സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിങ്ങളുടെ ആശങ്കകൾ ITV ന്യൂസുമായി പങ്കുവെക്കാം. അതുപോലെ ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് അറിവ് പകർന്നു നൽകുവാൻ പ്രാപ്തിയുള്ള ആർക്കും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടനകൾ ഏതുമായിക്കൊള്ളട്ടെ, വ്യക്തികൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളത് ജനങ്ങളുമായി പങ്കുവെക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.